ഹലോ, നമസ്കാരം. എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയമുള്ളവരെ, 2025 എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർക്ക് യോഗ്യതാ പരീക്ഷ, അതായത് +2 ലഭിച്ച മാർക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായി സമർപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു. ജൂൺ 2 വൈകുന്നേരം 3 മണി വരെയാണ് വെബ്സൈറ്റിൽ ഈ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത്. ഈ മാർക്ക് അപ്ലോഡ് ചെയ്യാത്തവരെ കീം 2025 റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതല്ല. അവർക്ക് ഈ വർഷം എഞ്ചിനീയറിംഗ് പ്രവേശനവും ലഭിക്കുന്നതല്ല. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളടക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. 2ാം വർഷ പരീക്ഷയിൽ, +2 പരീക്ഷയിൽ അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷയിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് സമർപ്പിക്കേണ്ടത്. ഇനി കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നതാണ്. മാർക്ക് ഓൺലൈനായി സമർപ്പിക്കുന്നതിന് 2/6/2025 വൈകുന്നേരം 3 മണി വരെയാണ് വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിനായി ചെയ്യേണ്ടത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ www.ce.kerala.gov.in കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന നിങ്ങളുടെ അപേക്ഷാ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് യോഗ്യതാ പരീക്ഷയുടെ നിശ്ചിത വിഷയങ്ങൾ ലഭിച്ച മാർക്ക് സമർപ്പിക്കാവുന്നതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ്, വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷ മാർക്ക് സംബന്ധിച്ച വിവരങ്ങൾ അതാത് ബോർഡുകൾ ഈ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ ദൃശ്യമാകുന്നതാണ്. അത് ശരിയാണെങ്കിൽ, തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഈ വിദ്യാർത്ഥികൾ പിന്നീട് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന ഒരു റിപ്പോർട്ട് കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാരണവശാലും മാർക്ക് കൺഫർമേഷൻ റിപ്പോർട്ടോ അതുപോലെ +2 മാർക്ക് ഷീറ്റോ പരീക്ഷാ കമ്മീഷണർക്ക് അയക്കേണ്ടതില്ല. ഈ വീഡിയോയിൽ ഇതുവരെ വിവരിച്ചത് 2025 എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായി ഓരോ വിദ്യാർത്ഥികളും അവരുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ്. ഇതുപോലെ ചെയ്ത് ഇല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതല്ല, എഞ്ചിനീയറിംഗ് പ്രവേശനം തന്നെ മുടങ്ങുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മിക്കുക. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ കരിയർ വ്ളോഗ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ. താങ്ക് യു.